പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിൽ പലരും ലിനൻ തുണികൾ ഉപയോഗിക്കുന്നവരാണ്. നമ്മൾ ഉപയോഗിക്കുന്ന ലിനൻ തുണികൾ ഒറിജിനൽ ആണോ അതോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് എളുപ്പത്തിൽ എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ള ഒരു ചെറിയ വീഡിയോയാണിത്. ഇത് നാച്ചുറലി പ്രൂവണായ മെത്തേഡുകളൊന്നുമല്ല, നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്ന് ഷെയർ ചെയ്യുന്നതാണ്. ഇതിനായിട്ട് വ്യത്യസ്തങ്ങളായ 3 ലിനൻ തുണികളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. 2 വൈറ്റ് കളർ തുണിയും ഒരു ലൈറ്റ് ഗ്രീൻ തുണിയുമാണ് ഈ വീഡിയോയിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. ഫസ്റ്റ് തുണി ഇതാണ്. ഈ തുണി ജസ്റ്റ് കയ്യിലേക്ക് എടുത്ത് ഞാൻ എൻ്റെ കൈ ഈ തുണിയിൽ വെച്ച് എന്നിട്ട് ഈ തുണി ഒന്ന് മടക്കുകയാണ് ചെയ്യുന്നത്. മടക്കുന്ന സമയത്ത് വീഡിയോയിൽ കണ്ടാൽ അറിയാം, ആ തുണിക്ക് യാതൊരുവിധ വ്യത്യാസങ്ങളും വരുന്നതായിട്ട് കാണുന്നില്ല. ഒരു തവണ കൂടെ നോക്കാം. ജസ്റ്റ് കയ്യിലേക്ക് വെച്ചു, ഒന്ന് ഷെയ്ക്ക് ചെയ്തു, അത് കഴിഞ്ഞ് ഒന്നുകൂടെ മടക്കി, തുണി വീണ്ടും പഴയതുപോലെ തിരിച്ചു വരുന്നു. ഒരു തവണ കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിക്കാം. തുണി ഒന്നുകൂടെ ഞാൻ കയ്യിലേക്ക് എടുക്കുന്നു, കയ്യിൽ വെച്ച് മടക്കുന്നു. യാതൊരുവിധ വ്യത്യാസവും തുണിയിൽ കാണുന്നില്ല. തുണി അത്ര സോഫ്റ്റ് ആയിട്ടും നമുക്ക് നോക്കുന്ന സമയത്ത് ഫീൽ ചെയ്യുന്നില്ല. അതിൻ്റെ ടെക്സ്ചറും അത്ര ഒരു ഹൈ ക്വാളിറ്റി നമുക്ക് തോന്നുന്നില്ല. സൈഡിൽ കട്ട് ചെയ്ത എഡ്ജിൽ നോക്കുമ്പോൾ ഫൈബേഴ്സ് ഒന്നും പുറത്തേക്ക് നിൽക്കുന്നതായി നമുക്ക് കാണുന്നില്ല. ടച്ച് ചെയ്യുമ്പോൾ ഒത്തിരി സോഫ്റ്റ്നെസ്സും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. ഇതാണ് ഫസ്റ്റ് തുണി. അടുത്ത തുണി എടുത്ത് നമുക്കൊന്നുകൂടെ നോക്കാം. അടുത്തൊരു വൈറ്റ് കളർ ഫാബ്രിക് എടുത്തു, ജസ്റ്റ് കയ്യിലേക്ക് വയ്ക്കുന്നു, ഞാനൊന്ന് മടക്കുന്നു. നമുക്ക് നോക്കുമ്പോൾ കാണാം നല്ല രീതി അതിന് ചുളുക്കം വന്നിട്ടുണ്ട്. നോക്കുമ്പോൾ സൈഡിലത്തെ എഡ്ജസ് ഒക്കെ സോഫ്റ്റാണ്, ടച്ച് ചെയ്യുമ്പോൾ സോഫ്റ്റാണ്. എഡ്ജിൽ നിന്ന് വരുന്ന ത്രെഡെല്ലാം പുറത്തേക്ക് ചെറിയ രീതിയിൽ തള്ളി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അടുത്ത ഒരു തുണി കൂടി എടുത്തു, ജസ്റ്റ് കയ്യിലേക്ക് വെക്കുന്നു, ജസ്റ്റ് ഒന്ന് ഞാൻ മടക്കുമ്പോഴത്തേന് നല്ല രീതിയിൽ ചുളുക്കം വരുന്നതായിട്ട് കാണാം. ജസ്റ്റ് ഒരു തവണ കൂടെ നോക്കാം. കയ്യിലേക്ക് വെച്ചു, മടക്കി, അന്നേരം നല്ല രീതി ചുളുക്കം വരുന്നുണ്ട്. ടച്ച് ചെയ്യുമ്പോൾ സോഫ്റ്റ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. കട്ട് ചെയ്ത എഡ്ജിലേക്ക് നോക്കുമ്പോൾ ചെറിയ ചെറിയ ത്രെഡ്സ് പുറത്തേക്ക് നിൽക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. ഈ 3 വീഡിയോ നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാവും ഒരു ലിനൻ തുണി എളുപ്പത്തിൽ എങ്ങനെ പ്യുവറാണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാമെന്ന്. ഒന്ന് അതിൻ്റെ ടെക്സ്ചറാണ്, അത് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു ടെക്സ്ചറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. 2 അതിൻ്റെ ട്രാൻസ്പെറൻസിയാണ്. നമ്മൾ ആ തുണിയിലേക്ക് അകത്ത് കൈ വെക്കുമ്പോൾ എത്രമാത്രം അത് ട്രാൻസ്പെറൻ്റ് ആണ്, എത്രമാത്രം നമ്മുടെ കൈ പുറത്തേക്ക് നിൽക്കുന്നുണ്ട് എന്ന് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. മൂന്നാമത് ടച്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഫീലിങ്സ് ആണ്. നമ്മൾ കൈ അതിലേക്ക് ടച്ച് ചെയ്ത് ഒന്ന് ചെറുതായിട്ട് മടക്കുമ്പോൾ തന്നെ അതിൻ്റെ ചുളുക്കം വരുന്നത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇത് ഒറിജിനലാണോ അല്ലയോ എന്ന്. നാച്ചുറലി പ്രൂവണായ മെത്തേഡുകളൊന്നും അല്ലെങ്കിൽ പോലും ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്രദമായെങ്കിൽ അടുത്ത തവണ ലിനൻ തുണികൾ വാങ്ങുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടി നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. ഓക്കെ, താങ്ക് യു.